ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പഫ് സ്ലീവ്സ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിട്ട് റഫിൾസ് ഒക്കെ വന്നിട്ടുള്ള പഫ് സ്ലീവാണ്. കുറച്ചുകൂടെ ഫാബ്രിക് ഇങ്ങനെ ഇറക്കി നിൽക്കുന്ന ടൈപ്പുള്ള പഫ് സ്ലീവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഫാബ്രിക്കിൽ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തുമ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് എല്ലതും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ലൈനിങ് 4ആയിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ അതിൻ്റെ സെൻറ്റർ കൂടെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക. ഇതിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് 1 ഇയർ ബേബിക്കുള്ള മെഷർമെൻറ്റ്സിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൽ നമ്മൾ 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ താഴേക്ക് ഒരു 5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യണത് നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് ഒരു 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഒരു കർവ് ചെയ്തിട്ട് ഒരു വര വരച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്കും ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് ആ 2 ലൈനും കൂടെ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഈ മെയിൻ ഫാബ്രിക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ്ങിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഈ മെയിൻ ഫാബ്രിക്കിൽ വെച്ചതിന് ശേഷം ഇതേ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഞാൻ കുറച്ചും കൂടി സ്ലീവ് അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ റഫിൾസ് ഇങ്ങനെ വരാനുള്ളതാണ്. അപ്പോൾ എത്രത്തോളം റഫിൾസ് വേണോ അത്രത്തോളം നമ്മൾ ഈ സ്ലീവ് നീളം നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം ഇങ്ങനെ റഫിൾസ് വരുമ്പോൾ ഇത്രത്തോളം റഫിൾസ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നീളത്തിൽ നമ്മൾ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്ലീവിൻ്റെ പോർഷൻ ഉണ്ടാവുമല്ലോ, അവിടെയാണ് നമ്മൾ ഫസ്റ്റായിട്ട് ഈ സ്ലീവ്സിൽ നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എത്രത്തോളം ഫ്രിൽസ് വേണം അത്രത്തോളം ഫ്രിൽസ് അവിടെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നമുക്ക് നല്ല കറക്റ്റായിട്ട് ലൈനിങ്ങിൻ്റെ പീസിൻ്റെ അതേ ലെങ്ത്തിൽ നമ്മളെ മെയിൻ ഫാബ്രിക്കും ഫ്രിൽസൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത ഈ മെയിൻ ഫാബ്രിക്കിൻ്റെയും ലൈനിങ്ങിൻ്റെ ആ പോർഷന് നമ്മൾ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അമർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളിതിന് മുകൾ ഭാഗത്തും കൂടി ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ നേരിട്ട് അറ്റാച്ച് ചെയ്യല്ല ചെയ്യണത്. നമ്മൾ ആദ്യം ഫ്രിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ലൈനിൻ്റെ പോർഷനായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രിൽസ് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ പോർഷനായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ഫ്രിൽസൊക്കെ വന്നിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇത് നമ്മൾ ഈ സ്ലീവിൻ്റെ സൈഡ് ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നീറ്റായിട്ട് സ്ലീവ് നിൽക്കും അതിന് വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്ലീവിൻ്റെ പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ സ്ലീവിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.